ഹരിശ്രീ ഗണപതേ നമ വിഘ്നമസ്തു. ഓം സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമേന്ദ്രസ്വാമിനെ നമ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ സുഗ്രീവൻ ഹനുമാനോടുകൂടി ലക്ഷ്മണനും അംഗദനും ഹനുമാനും അതുപോലെ വാനരപ്പടയോടും കൂടി ശ്രീരാമസന്നിധിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നതാണ് നാം കണ്ടത്. 19-ാം തീയതിയായ ഇന്ന് ആ കിഷ്കിന്ധാകാണ്ഡത്തിലെ ശ്രീരാമസന്നിധിയിൽ സീതാന്വേഷണോദ്യോഗം, സ്വയംപ്രഭാഗതി, സ്വയംപ്രഭാസ്തുതി, ഇത്രയും ഭാഗങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. സുഗ്രീവൻ അങ്ങനെ ഹനുമാൻ, ലക്ഷ്മണൻ, നീലൻ, അംഗദൻ മുതലായ വാനരന്മാരോടും വാനരപ്പടയോടും കൂടി ശ്രീരാമസന്നിധിയിൽ ആ ഋഷ്യമൂകാചലത്തിൻ്റെ ഉന്നത ശിഖരത്തിൽ ഉള്ള ഒരു ഗുഹയിൽ താമസിക്കുന്ന ആ ശ്രീരാമനെ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവരവിടേക്ക് എത്തുന്നതായ സമയത്ത് ദൂരെ നിന്നേ കണ്ടു ഗുഹാമുഖത്തിങ്ങനെ ജടാവൽക്കളങ്ങളോടുകൂടി ശാന്തഗംഭീരമായ മുഖഭാവത്തോടെ ഇങ്ങനെ സീതാവിരഹത്തിൽ മൂകനായിട്ടിരിക്കുന്ന ആ ശ്രീരാമനെ കാണുകയാണ് ദൂരെ നിന്ന്. സുഗ്രീവൻ തേരിൽ നിന്നിറങ്ങിയിട്ട് ലക്ഷ്മണനോടുകൂടി ആ വർദ്ധിച്ച ഭക്തിയോടെ നമസ്കരിക്കുന്നു. ശ്രീരാമനും സുഗ്രീവനെ ഗാഠഗാഠം പുണരുകയാണ്. സുഖവിവരങ്ങളൊക്കെ ചോദിക്കുന്നു. അല്ലയോ സുഹൃത്തെ, സുഖമാണോ എന്നൊക്കെ ചോദിച്ച് പിടിച്ച് ഇരിക്കാൻ പറഞ്ഞിരുത്തുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഇനി സീതാന്വേഷണോദ്യോഗം എന്നുള്ള ഭാഗമാണ് ഇനി കേൾക്കുന്നത്. ആ ശ്രീരാമ ഭക്തി കൊണ്ട് പരവശനായിട്ട് ആ സുഗ്രീവൻ ഭക്തവത്സലനായ ഭഗവാനോട് പറയുകയാണ്, ദാ അങ്ങോട്ട് നോക്കൂ, തൃപ്പാദ സേവയ്ക്കായി വന്നിരിക്കുന്ന വാനരന്മാരാണിവർ. നാനാ വംശത്തിലും അതുപോലെ തന്നെ നാനാ പ്രദേശങ്ങളിലും പല പല പർവ്വതങ്ങളിലും ജനിച്ചവർ, പല പല ദ്വീപുകളിൽ ജനിച്ചവർ, മാത്രമല്ല പർവ്വത തുല്യം ആകാരമുള്ളവർ എന്ന് പറഞ്ഞാൽ വളരെ വലിപ്പമുള്ളവരൊക്കെ ഉണ്ട് അവരുടെ കൂട്ടത്തിൽ. ഏത് രൂപം വേണമെങ്കിലും അവർക്ക് സ്വീകരിക്കാൻ പറ്റും, അവർക്ക് ഇഷ്ടമുള്ള രൂപം. അതുപോലെ അത്ഭുത സിദ്ധികളുള്ളവരാണ്. നമുക്കറിയാം, ഭഗവാന്റെ അവതാര സമയത്ത് മഹാവിഷ്ണുവിനോട് ഇങ്ങനെ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി, ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി അവതാരം എടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ മറ്റു ദേവന്മാർ കപികളായിട്ട് ജനിക്കണമെന്ന് അന്ന് പറഞ്ഞിരുന്നു ഈ ശ്രീരാമനെ സഹായിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇവരെല്ലാം ദേവാംശജാതരാണ്. അതുകൊണ്ടാണ് ഇവർക്ക് അത്ഭുത സിദ്ധികളൊക്കെ ഉള്ളത്. അങ്ങനെ ഈ ദേവന്മാരുടെ ശത്രുവായ ആ അഹങ്കാരികളായ രാക്ഷസന്മാരുടെ ഗർവം എല്ലാം ശമിപ്പിക്കാൻ, അഹങ്കാരമെല്ലാം ശമിപ്പിക്കാൻ ഈ വാനരന്മാർ മതിയാവും. അതുപോലെ ഈ ദേവാംശത്തോടെ ജനിച്ചവരാകയാൽ ദേവവൈരികളായ രാക്ഷസന്മാരെ എല്ലാം ഒടുക്കാൻ ഇവർക്കാകും എന്ന് പറയുകയാണ് സുഗ്രീവൻ. ഇവരിൽ ഒരാനയുടെ ശക്തിയുള്ളവരുണ്ട്, അതുപോലെ 10 ആനയുടെ ശക്തികളുള്ളവരുമുണ്ട്. ചിലർ അമിത പരാക്രമശാലികളായവരാണ്, ചിലർ ഇന്ദ്രനീലക്കല്ലിൻ്റെ ശോഭയോടുകൂടിയവർ, ചിലർക്ക് സ്വർണ്ണവർണ്ണമാണ്, ചിലർക്കാണെങ്കിൽ ഈ ചുവന്ന് രക്തക്കളറോടുകൂടി ആ രക്തനിറത്തിലുള്ള കണ്ണുകളോടെ ചിലർ, ഇനി ചിലരാണെങ്കിൽ നീളമുള്ള വാലോടുകൂടിയവർ, ചിലരാകട്ടെ ശുദ്ധ സ്ഫടികം പോലെയുള്ള ശരീരത്തോടു കൂടിയവർ. പക്ഷേ യുദ്ധം ചെയ്യാൻ ഇവർക്കുള്ള വൈദഗ്ധ്യം മറ്റാർക്കും ഇല്ല തന്നെ. ഇങ്ങനെ സുഗ്രീവൻ ഇങ്ങനെ വാനരന്മാരുടെ ഗുണഗണങ്ങൾ ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ശ്രീരാമനോട് പറയുകയാണ്, അവിടുത്തെ ഭക്തന്മാരായ ഇങ്ങനെയുള്ള ഈ വാനരന്മാർ അസംഖ്യമുണ്ടെന്നറിയുക. കായ്കനികളും കിഴങ്ങുകളും തിന്ന് കഴിയുന്ന ഇവർ സ്വഭാവികളാണ്, അതായത് മാംസഭോജികളല്ല എന്നർത്ഥം. ആ മാംസം കഴിക്കുന്നവർക്കൊരു ക്രൂര സ്വഭാവം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങയുടെ ആജ്ഞാനുവർത്തികളാണ് ഈ വാനരന്മാർ എന്ന് അറിയുക ദേവദേവേശ ശ്രീരാമചന്ദ്ര എന്ന് പറയുകയാണ് സുഗ്രീവൻ. ആ ബ്രഹ്മാവിൻ്റെ പുത്രനായ ജാമ്പവാനാണ് ഇവരുടെ നേതാവ്. കോടിക്കണക്കിന് വാനരന്മാരെ നയിക്കാൻ കെൽപ്പുള്ള എൻ്റെ മന്ത്രിശ്രേഷ്ഠനായ ഹനുമാനാണ് ഇവൻ. വായുതനയൻ, മഹാദേവൻ്റെ ബീജമായ വായുതനയൻ. അതുകൂടാതെ നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, നീളം കൂടിയ വാലുള്ള മൈന്ദൻ, വിവിധൻ, മാരുതിയുടെ അച്ഛനായ കേസരി, മഹാബലവാനാണ് കേസരി, വീരനായ പ്രമാധി, ശരഭൻ, സുഷേണൻ, ശൂരൻ, സുമുഖൻ, ദധിമുഖൻ, ദുർമുഖൻ, ശ്വേതൻ, വലീമുഖൻ, ഗന്ധമാദനൻ, താരൻ, വൃഷഭൻ, നളൻ, വിനതൻ, പിന്നെ എൻ്റെ താരയുടെ മകൻ അംഗദൻ.
ഇങ്ങനെ പേര് കേട്ട വാനര രാജാക്കന്മാരും വാനരന്മാരും ഇഷ്ടം പോലെയുണ്ട്. എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ സാധിച്ചു തരുമല്ലോ. സുഗ്രീവവാക്യം കേട്ട രാഘവൻ സന്തോഷം കൊണ്ട് മന്തി മറന്ന് കണ്ണ് നിറഞ്ഞ് സുഗ്രീവനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എനിക്കിപ്പോൾ ഭവാനെക്കുറിച്ച് ഓർത്ത അഭിമാനമുണ്ട്. എൻ്റെ ആവശ്യം അറിഞ്ഞ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ട് കാര്യഗൗരവത്തോടെ ഇത്രയും കാര്യങ്ങൾ ഒരുക്കിയല്ലോ. ഈ ജാനകിയെ കണ്ടുപിടിക്കാനായി 4 ദിക്കുകളിലേക്കും കുരങ്ങന്മാരെ അയച്ചാലും സുഹൃത്തെ. ഇത് കേട്ട് സുഗ്രീവൻ ഓരോ ദിക്കിലേക്കും 100,000 കവിവീരന്മാർ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പോയി തിരയണമെന്ന് കൽപ്പിച്ചു. പ്രത്യേകിച്ചും ദക്ഷിണ ദിക്കിലേക്ക് ശ്രേഷ്ഠന്മാരായ കവികൾ പോകട്ടെ. ശ്രേഷ്ഠന്മാരെന്ന് ഉദ്ദേശിച്ചത് അങ്കദൻ, ജാമ്പവാൻ, ഹനുമാൻ, മൈന്ദൻ, വിവിധൻ, തുങ്കൻ, നളൻ, ശരഭൻ, സുഷേണൻ, വായുപുത്രനായ മാരുതി 1ാമതാണ്. അങ്ങനെ അവരെല്ലാം സീതാദേവിയെ തിരഞ്ഞ് കണ്ടുപിടിച്ച് 30 നാളിനകത്ത് വന്നിടണം. ഇല്ലെങ്കിൽ അങ്ങനെ അല്ല, 30 നാൾ കഴിഞ്ഞ് വരുന്നവർക്ക് മരണശിക്ഷയാണ് എന്നും കൂടെ സുഗ്രീവൻ പറയുകയാണ്. ഇവരെല്ലാവരും പേടിച്ചുപോയി. 30 നാളിനകത്ത് കണ്ടുപിടിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ വാനരന്മാർ 4 ദിക്കുകളിലേക്കും പോയതിനു ശേഷം ആ വായുധനേനെ അടുത്ത് വിളിച്ച് രാഘവൻ പറയുകയാണ്, ജാനകിക്ക് വിശ്വാസം വരുന്നതിലേക്കായി രാമൻ്റെ ആ പേര് നാമം അങ്കിതം ചെയ്ത മോതിരം ഏൽപ്പിക്കുകയാണ് ശ്രീരാമൻ. അപ്പോൾ ശ്രീരാമൻ ഇപ്പോഴേ അറിയാം അത് മാരുതിക്ക് സാധിക്കുമെന്ന്. അങ്ങനെ ആ ഹനുമാനും പിന്നെ ജാനകിയെ കാണുകയാണെങ്കിൽ പറയാനായിട്ട് ഒരു അടയാളവാക്കും പതുക്കെ അവർ മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞിട്ട് ഹനുമാനെ അയക്കുകയാണ്. ഹനുമാനും ജാമ്പവാനും അങ്കദനും നീലനും മറ്റുള്ള മർക്കട സേനാപതികളുമായിട്ട് അത് നാനാ നഗരങ്ങൾ തോറും അതുപോലെ കാനനങ്ങൾ, ഗ്രാമപ്രദേശങ്ങൾ, ഇങ്ങനെ ഓരോരോ സ്ഥലം തോറും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ വിന്ധ്യാചലത്തിലുള്ള ഒരു കാട്ടിലൂടെ നടക്കുമ്പോൾ ഇങ്ങനെ മൃഗങ്ങളെ കൊന്ന് തിന്നുന്ന ഒരു രാക്ഷസനെ കാണുകയാണ്. അത് 2 കൈയിലും നിറയെ ദുഷ്ടജന്തുക്കളെയൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ച് തിന്നുകൊണ്ടാണ് വരുന്നത് ആ രാക്ഷസൻ. ഇവർ വിചാരിച്ച്, ഈ വാനരന്മാർ വിചാരിച്ചത് ആ രാക്ഷസൻ രാവണനായിരിക്കുന്നു. ഇവരെല്ലാവരും കൂടെ ഓടിച്ചെന്ന രാക്ഷസനെ മുഷ്ടി കൊണ്ട്, അവർക്കൊക്കെ ഏത് ആകാരം വേണമെങ്കിലും സ്വീകരിക്കാമല്ലോ, ഭയാനകമായ ആകാരം സ്വീകരിക്കാം. അങ്ങനെ എല്ലാവരും ചെന്ന് ആ രാക്ഷസനെ മുഷ്ടി കൊണ്ട് ഇടിച്ച് കൊല്ലുകയാണ്. കൊന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഈ രാക്ഷസൻ രാവണനല്ല, രാവണൻ മായാവിയാണ്, കുറച്ചും കൂടിയൊക്കെ ഒരു പ്രത്യാക്രമണം പ്രതീക്ഷിക്കാം. അങ്ങനെ അവർ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ സീതയെ അന്വേഷിച്ച്. ഇനി അടുത്തത് സ്വയംപ്രഭാഗതിയാണ്. സ്വയംപ്രഭ എന്ന് പറഞ്ഞാൽ ഒരു യോഗിനിയാണ്. അത് നമുക്ക് നോക്കാം. ഇങ്ങനെ അവർ നടന്ന് അന്ധകാരം നിറഞ്ഞ ഒരു കാനനത്തിലെത്തി. അന്ധകാരാരണ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ മുഴുവൻ ഇരുട്ടാണ്, അവർക്ക് കണ്ണ് കാണാനൊന്നും പാടില്ല. അവരങ്ങനെ തപ്പിത്തടഞ്ഞ് നടക്കുമ്പോൾ അവർക്ക് വിശപ്പും ദാഹവും കാരണം മുന്നോട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ. ദാഹിച്ച് വലഞ്ഞ് എവിടെ നിന്നെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ച് അവരിങ്ങനെ വിഷമിച്ച് നടക്കുകയാണ്. അങ്ങനെ നടക്കുന്നതായ സമയത്ത് അവർ നോക്കിയപ്പോൾ ഈ ചക്രവാക പക്ഷികൾ ഇങ്ങനെ പറന്ന് പൊങ്ങി വരുന്നത് കണ്ടു. തന്നെയുമല്ല അവരുടെ ആ ചിറകുകളിൽ നിന്ന് ഇങ്ങനെ ജലബിന്ദുക്കൾ, വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് വാനരന്മാർ പറഞ്ഞു, അവിടെ ജലമുണ്ടെന്ന് തോന്നുന്നത്, നമുക്കൊന്ന് ഇറങ്ങി നോക്കാമെന്ന് പറഞ്ഞു. മാരുതി ആദ്യം ഇറങ്ങുകയാണ്, പിറകെ മറ്റുള്ളവരും ഇറങ്ങുന്നു. ഇങ്ങനെ കണ്ണ് കാണാതെ പരസ്പരം ഇങ്ങനെ കൈകോർത്ത് പിടിച്ച അവർ കുറേ നേരം ഇങ്ങനെ നടക്കുന്നതാണ്. നടന്നു കഴിഞ്ഞപ്പോൾ അതിമനോഹരമായ ഒരു സ്ഥലത്ത് ചെല്ലുകയാണ്. അവിടെ ജലാശയങ്ങൾ, ചെറിയ അരുവികൾ, അതുപോലെ തന്നെ മരങ്ങളൊക്കെ നിറയെ ഇങ്ങനെ കായ്ച്ച് പഴുത്ത പഴങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് ദേവലോകത്തിന് സമമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പലതരം ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ, അതുപോലെ അതിനേക്കാൾ കെങ്കേമമായ മണിമന്ദിരങ്ങളെല്ലാം കാണാം അവിടെ. പക്ഷെ മനുഷ്യരെ മാത്രം കാണാനില്ല ഒരിടത്തും. ആ ദേവലോകത്തിന് സമാനമാണെങ്കിലും ഒരൊറ്റ മനുഷ്യരില്ല. കുറച്ചങ്ങ് നടന്നു ചെല്ലുമ്പോൾ താപസവേഷത്തിലൊരു സ്ത്രീ അവിടെ ഇരുന്ന് ധ്യാനിക്കുന്നത് കണ്ടു. അവർ ഭക്തി പുരസരം ആ യോഗിനിയുടെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണ്. അവരെ കണ്ട് നമസ്കരിച്ചു കഴിഞ്ഞപ്പം വേഗം ആ യോഗിനി ചോദിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണ്? അതുപോലെ തന്നെ ഇവിടെ വരാൻ എന്താണ് കാരണം, എങ്ങോട്ട് പോകുന്നു എന്നെല്ലാം പരമാർത്ഥം പറയണമെന്ന് പറഞ്ഞു. മാരുതി അത് കേട്ടിട്ട് ഉടനെ പറയുകയാണ്, അങ്ങനെ
ആ സീതയെ മോഷ്ടിച്ചു കൊണ്ടുപോയി സീതാന്വേഷണം നടത്തി സുഗ്രീവനോട് സഖ്യം ചെയ്ത് ആ ശ്രീരാമൻ്റെ അവതാരം മുതൽ ഇങ്ങനെ പറയുക. ഇത് രാമായണത്തിൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്കത് ആവർത്തന വിരസതയാവും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കും കഥയൊക്കെ അറിയാമല്ലോ ഇപ്പോൾ. അപ്പോൾ അങ്ങനെ അവർ പറയുകയാണ്, ഈ അരണ്യത്തിൽ ഈ കാട്ടിൽ കൂടെ വന്ന് വെള്ളം ദാഹിച്ച് വലഞ്ഞ് വെള്ളം കുടിക്കാൻ കിട്ടുമെന്നറിയാൻ വേണ്ടിയാണ് വന്നത് എന്നിങ്ങനെ ഇവർ പറയുമ്പോൾ യോഗിനി പറയുകയാണ്, നിങ്ങൾ ആവശ്യത്തിന് ഫലമൂലങ്ങൾ ഭക്ഷിച്ച് അവിടെ അമൃതാണ് കുടിക്കാൻ വെച്ചിരിക്കുന്നത്, അമൃതും പാനം ചെയ്ത് വരുവിൻ, ഞാൻ എൻ്റെ കഥ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞു. ഈ വാനരന്മാരെല്ലാവരും അവിടെ കയറി അവിടെ മരത്തിലൊക്കെ ഉണ്ടായിരുന്ന ഫലങ്ങൾ അതുപോലെ തന്നെ കിഴങ്ങുകൾ എല്ലാം പറിച്ചൊക്കെ തിന്ന് ഇതുപോലെ അമൃതമൊക്കെ കുടിച്ച് നല്ല സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. സ്വയംപ്രഭ അവരുടെ കഥ പറയുകയാണ്. എൻ്റെ പേര് സ്വയംപ്രഭ എന്നാണ്, ഞാൻ വിശ്വകർമാവിൻ്റെ മകളായ ഹേമയുടെ തോഴിയാണ് എന്ന് പറയുകയാണ്. വിശ്വകർമാവിൻ്റെ മകൾ ഹേമ ശ്രീപരമേശ്വരന് മുന്നിൽ പല പ്രകാരത്തിൽ നൃത്തം ചെയ്തു. ആ നൃത്തം ചെയ്ത് നമുക്കറിയാം, നടരാജനാണ് പരമേശ്വരൻ മഹാദേവൻ. ആ മഹേശ്വരൻ പ്രസന്നനായിട്ട് സമ്മാനിച്ചതാണ് ഈ ദിവ്യമായ പട്ടണം ഈ ഹേമയ്ക്ക് വേണ്ടിയിട്ട്. ആ 10,000 വർഷങ്ങൾ ഇവിടെ അവർ താമസിച്ചു. അതായത് ഒരുപാട് വർഷങ്ങൾ. അങ്ങനെ അവൾ ബ്രഹ്മലോകം പോകിയപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ താമസിച്ചോ, ഇവിടെ ഇരുന്ന് തപസ് ചെയ്ത്, ഇവിടെ വേറെ വിഷമങ്ങളൊന്നുമില്ല, ജീവജന്തുക്കളൊന്നും വരികയില്ല ഇവിടെ. അതുപോലെ തന്നെ ത്രേതായുഗത്തിൽ ശ്രീരാമൻ ഭൂമിയിൽ ദശരഥപുത്രനായി ധർമ്മത്തെ രക്ഷിക്കാനായി ഈ കാട്ടിലൂടെ സഞ്ചരിക്കുന്നതായ സമയം അതിക്രൂരനായ ദശാനനൻ ശ്രീരാമപത്നിയെ മോഷ്ടിച്ചു കൊണ്ടുപോകും. ശ്രീരാമപത്നിയെ അന്വേഷിച്ച് വാനരന്മാർ ഇവിടെ വരും. അന്ന് നീ അവരെ സൽക്കരിച്ച് പ്രീതരാക്കിയതിന് ശേഷം പോയി ശ്രീരാമനെ കണ്ടു വണങ്ങി സ്തുതിച്ചാൽ മോക്ഷം ലഭിക്കും എന്ന് അവൾ പറഞ്ഞിരുന്നു. ഞാൻ ഒട്ടും വൈകാതെ ശ്രീരാമദേവനെ കാണാൻ പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ വാനരന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും കണ്ണടയ്ക്കുക. ആ കണ്ണടച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ആ വാനരന്മാർ കാണുന്നത് അവരെല്ലാം പൂർവ്വസ്ഥിതിയിൽ എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടെ നിൽക്കുന്നതായിട്ടാണ്. ഈ ദിവ്യമായ ആ പട്ടണവും ഈ യോഗിനിയും ഒന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ യോഗിനിയായ സ്വയംപ്രഭ നേരെ ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ശ്രീരാമചന്ദ്രൻ അപ്പോൾ സുഗ്രീവനും ലക്ഷ്മണനും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്കദൻ എല്ലാവരോടും കൂടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ സ്വയംപ്രഭയ്ക്ക് ശ്രീരാമനെ കണ്ടപ്പം സന്തോഷം കൊണ്ട് ഇങ്ങനെ രോമാഞ്ചമുണ്ടായി എന്നാണ് പറയുന്നത്. ഗദ്ഗത കണ്ഠയായിട്ട്, അതായത് സന്തോഷം കൊണ്ടുള്ള ആ കണ്ണുനീരും ആ ഗദ്ഗതമൊക്കെയാണ്. അങ്ങനെ ആ രഘുപതേ, ഞാൻ അങ്ങയുടെ ദാസിയാണ്, അങ്ങയെ ഒന്ന് കാണാനായി ഇവിടേക്ക് വന്നതാണ്. ഞാൻ അങ്ങേക്ക് സമമായിട്ട് ഈ ലോകത്തിൽ ആരുമില്ലല്ലോ, മറ്റാരുമില്ലല്ലോ. ഞാൻ അനേകായിരം വർഷങ്ങളായിട്ട് അങ്ങയെ ധ്യാനിച്ച് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ തപസ്സിന് ഇന്ന് സാഫല്യമുണ്ടായി. സർവ്വ വസ്തുക്കളുടെയും ഉള്ളിലും പുറത്തും അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നത് അങ്ങയാണല്ലോ. അങ്ങയെ അറിയാൻ അത്ര എളുപ്പമല്ലല്ലോ എന്നൊക്കെ ഈ സ്വയംപ്രഭ പറയുകയാണ്. ശ്രീരാമൻ്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആദിയും അന്തവും ഇല്ലാത്ത അലക്ഷ്യമായിരിക്കുന്ന അങ്ങ് യവനികയ്ക്കുള്ളിൽ മറഞ്ഞിരുന്ന് മനുഷ്യനായി ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനായിരിക്കുകയാണല്ലോ ഇപ്പോൾ. ഈ അജ്ഞാനികൾക്ക് ദൃശ്യമാകാത്ത വിജ്ഞാനമൂർത്തിയായ ഭഗവാൻ ഭഗവത് ഭക്തന്മാർക്ക് മാത്രം ഭക്തിയോഗാർത്ഥം ഈ ബ്രഹ്മാദി ദേവന്മാരുടെ അപേക്ഷപ്രകാരം ഈ ഭൂമിയിൽ വന്നിങ്ങനെ അവതരിച്ച് ആ കേവലം ആ താമസിയായ, അതായത് താമസി എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വയംപ്രഭ തന്നെത്താൻ പറയുന്നതാണ്. തമോ ഗുണാധിക്യം ഉള്ളവർക്ക് ആലസ്യവും മൂഢതയൊക്കെ കാണും. അതുകൊണ്ടാണ് മൂഢ എന്ന് സ്വയം വിശേഷിപ്പിച്ച് ഈ സ്വയംപ്രഭ പറയാൻ, താമസിയായ ഈ മൂഢയായ ഞാൻ എങ്ങനെ അറിയുന്നു അവിടുത്തെ മഹത്വം, അങ്ങയുടെ തത്വം മൂഢയായ ഞാൻ അറിയുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ലോകത്രയങ്ങളിലും സച്ചിന്മയമായ പരമാനന്ദ സ്വരൂപം, അങ്ങയുടെ ആ പരമാനന്ദ സ്വരൂപം സുഹൃതികളായവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കൂ. അങ്ങയുടെ ഈ രൂപം എന്നും എൻ്റെ മനസ്സിൽ വിളങ്ങണേ ഭഗവാനെ എന്ന് സ്വയംപ്രഭ പ്രാർത്ഥിക്കുകയാണ്. ഈ താപസശ്രേഷ്ഠന്മാരുടെ ഉള്ളിൽ വിളങ്ങുന്ന ഈ ത്രിവിധമായ ദുഃഖങ്ങളെയും അകറ്റുന്ന അങ്ങയുടെ ആ തൃപ്പാദ ദർശനം, ശ്രീരാമ മോക്ഷപ്രദമായ ആ ഒരേ ഒരു ദർശനം, ജനനം മരണം എന്നിങ്ങനെ ലൗകിക ചിന്തകൾ അകറ്റുന്ന ദർശനം, വേദങ്ങളിൽ പറയുന്ന സന്മാർഗ ദർശനം, പുത്രൻ മിത്രം കളത്രം അർദ്ധം ഇവയിൽ അഹങ്കരിക്കുന്ന ഈ മനുഷ്യർ, അതായത്
ഈ രാമനാമം സ്മരിക്കാൻ മടിക്കുന്ന സാംസാരിക ബന്ധങ്ങളിൽ പെട്ടുപോകുന്നവർക്ക് രാമനാമം, അതായത് ഭഗവത് സ്മരണ ഉണ്ടാകില്ല, അവർക്ക് അതിനുള്ള താല്പര്യം ഉണ്ടാകില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഈ പുത്രന്മാർ, മിത്രം, കളത്രം, അതായത് എല്ലാം എൻ്റെ സ്വന്തം, ആ സ്വന്തം എന്നുള്ള സ്വാർത്ഥത വരികയാണ് അവിടെ. അതുകൊണ്ട് ആ രാമനാമം സ്മരിക്കാൻ അവർ മടിക്കുന്നു, അല്ലെങ്കിൽ താല്പര്യമില്ലാതെ പോകുന്നു. ആ രാമനാമം എനിക്കെന്നും എൻ്റെ സ്മരണയിൽ ഉണ്ടാവണമേ എന്ന് സ്വയംപ്രഭ പ്രാർത്ഥിക്കുന്നു. ഈ ഗുണത്രയങ്ങളോടുകൂടിയ, അതായത് സത്വരജസ് തമോ ഗുണങ്ങളോടുകൂടിയവനും എന്നാൽ ആ ത്രിഗുണങ്ങളെ അവലംബിക്കാത്തവനുമായ, നിത്യനായ, ഒന്നിലും ആഗ്രഹമില്ലാത്തവനായ, ഗുണത്രയ നിവൃത്തനാണ് എന്നാൽ നിർഗുണനാണ്, ഒന്നിലും ആഗ്രഹമില്ലാത്തവനാണ്, ആ ഭഗവത് ഭക്തി മാത്രം മതിയെന്ന് ആഗ്രഹിക്കുന്ന, തന്നിൽ തന്നെ രമിക്കുന്നവനായ ആ വേദസ്വരൂപനാണ്. ആ വേദസ്വരൂപനായ ആ ഭഗവാന് എൻ്റെ നമസ്കാരം. ഭഗവാൻ ഇങ്ങനെ ഇഷ്ടമുള്ള രൂപത്തിൽ പ്രത്യക്ഷനാകാൻ കഴിവുള്ള, ആ ആദി മധ്യം അന്തം ഇവയൊന്നും ഇല്ലാത്ത ആ ഭഗവാൻ, സകലത്തിനും അധിപനായ ഭഗവാൻ, എല്ലായിടത്തും ഇങ്ങനെ സർവവ്യാപിയായ ഭഗവാൻ, പരംപുരുഷനായ അങ്ങേക്കല്ലാതെ ആർക്കാണ് അറിയാൻ കഴിയുക? അങ്ങയുടെ ഈ മായകൾ മനുഷ്യനായി അവതരിച്ച് ആ നിസ്സാര മനുഷ്യന് ദുഃഖം പേറുന്ന ആ ദുഃഖം ഇപ്പം നമുക്ക് കാണാം. സീതയെ കാണാതെ ശ്രീരാമൻ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് മനുഷ്യനെ പോലെയാണ് പെരുമാറുന്നത്. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങയുടെ ഈ പ്രവൃത്തികൾ എങ്ങനെ മറ്റുള്ളവർ, അതായത് പ്രവൃത്തികളെ എങ്ങനെ കാണും, അജ്ഞാനികളായവർ എങ്ങനെ കാണും എന്ന് ചോദിക്കുകയാണ്. അങ്ങയെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന സുകൃതികളായവർ അങ്ങയുടെ ആ ചിന്മയ രൂപം, ആ സച്ചിന്മയ രൂപം പലവിധം കാണുന്നു. അതായത് ഭഗവാനെ ഏത് രൂപത്തിൽ കാണണമെന്ന് ആഗ്രഹിച്ച് ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നുവോ ആ രൂപത്തിൽ ഭഗവാൻ ദർശനം നൽകുമെന്നാണ് പറഞ്ഞത്. ഭഗവാനെ അവിടുന്ന് ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ദേവനായും മനുഷ്യനായും മറ്റ് തിര്യഗ്യോനികളായും, അതായത് പക്ഷിമൃഗാദികളായും ജനിച്ചിട്ട് അങ്ങയുടെ ജന്മോദ്ദേശം ഏതായാലും, അതിൽ എത്ര വലുതായാലും ചെറുതായാലും, ഇവിടെ ചെറുതില്ല എങ്കിലും എന്നാണ് എഴുതിയിരിക്കുന്നത്, അത് നിസ്സാരമായാലും അതിനനുസരിച്ചുള്ള കർമ്മങ്ങളിൽ വ്യാപൃതനാകുന്നു, ആ അവതാര ഉദ്ദേശം നടപ്പിലാക്കുന്നു. ഇതൊക്കെ നിശ്ചയമായും അങ്ങയുടെ മഹാമായ പ്രഭാവം എന്നല്ലാതെ എന്തു പറയാൻ? പ്രഭോ, ഭൂമിയിൽ ഇങ്ങനെ അത്ഭുതങ്ങളായ വേഷങ്ങളെടുത്ത് അവയ്ക്കനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നതും ഭഗവാൻ തന്നെയാണല്ലോ. ചിലർ പറയുന്നു അങ്ങയുടെ അവതാരങ്ങൾ ഭക്തന്മാരായ ഞങ്ങൾക്ക് അങ്ങയുടെ കഥകളാകുന്ന അമൃതരസം പാനം ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന്. ചിലർ പറയുന്നു കോസലഭൂപതിയായ ദശരഥൻ്റെ ഘോര തപസ്സിൻ്റെ ഫലമായിട്ടാണെന്ന്. ചിലർ പറയുന്നു കൗസല്യയുടെ പ്രാർത്ഥനാഫലമായിട്ടാണെന്ന്. നമുക്കറിയാം അദിതിയും കശ്യപനും, അതായത് ദശരഥ മഹാരാജാവും കൗസല്യയും പൂർവജന്മത്തിൽ അദിതിയും കശ്യപനുമായിരുന്നു. അവർ പ്രാർത്ഥിച്ചിട്ടാണ് ഭഗവാൻ ദശരഥൻ്റെയും കൗസല്യയുടെയും മകനായിട്ട് ഈ ത്രേതായുഗത്തിൽ മനുഷ്യനായി വന്നു പിറന്നത്. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ചിലർ പറയുന്നു മൈഥിലിയുടെ ഭാഗ്യസിദ്ധിക്കായിട്ടാണ് അങ്ങ് അവതരിച്ചതെന്ന്. മറ്റു ചിലർ പറയുന്നത് ആ സൃഷ്ടികർത്താവ്, അതായത് ബ്രഹ്മാവും മറ്റു ദേവന്മാരും പ്രാർത്ഥിക്കിയാൽ ഈ അധർമ്മത്തെ തുടച്ചു നീക്കി ധർമ്മം സംരക്ഷിക്കാനായിട്ട് ഈ രാക്ഷസ കൂട്ടങ്ങളെ വധിക്കാനായി ഭൂമിയിൽ വന്ന് അവതരിച്ചതാണെന്ന്. ഇനി വേറെ ചിലർ പറയുന്നു ഈ ഭൂഭാരം തീർക്കാനായിട്ടാണെന്ന്. ഇങ്ങനെ ആ സൂര്യവംശത്തിൽ പിറന്ന അങ്ങ് ആരാണ്, എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. ഭഗവാനെ, ദേവശത്രുക്കളെ, അതായത് രാക്ഷസന്മാരെ നിഗ്രഹിച്ച് ദേവന്മാരെ പരിപാലിക്കാനായി വന്നു എന്നും മുനിശ്രേഷ്ഠന്മാർ പറയുന്നുണ്ട് അങ്ങയെക്കുറിച്ച്. ഒന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ ഈശ്വര. പക്ഷേ ഒന്നറിയാം, യാതൊരുത്തൻ അങ്ങയുടെ കഥകൾ പറയുന്നതും അതിനെ ആദരവോട് കേൾക്കുന്നതും അവൻ നിശ്ചയമായും ഈ സംസാരമാകുന്ന സാഗരത്തെ കടന്നിടും. ഈ സംസാരം, ഈ ലോകത്തിൽ ദുഃഖമുണ്ടല്ലേ, അതിനെ ഈ ലോകത്തെ ഒരു ദുഃഖക്കടലാക്കി വെച്ചിരിക്കുകയാണ്. ആ കടൽ കടന്നിടുമെന്ന് ഭഗവാൻ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മറ്റ് ചിന്തകളൊന്നും ഉണ്ടാവില്ല. അതിനാൽ ആ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നു, മനസ്സിരുത്തി കേൾക്കുന്നു, മനസ്സിരുത്തി പറയുന്നു, ഭഗവാനിൽ മാത്രം ആശ്രയിക്കുന്നു. അങ്ങനെയുള്ളവൻ നിശ്ചയമായും ഈ സംസാര സാഗരം കടന്നിടും. അവന് നിശ്ചയമായും ഭഗവാന്റെ തൃപ്പാദങ്ങൾ ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. നമ്മൾ അതിലിങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ നമുക്ക് ഭഗവാൻ നമ്മുടെ മുമ്പിൽ വിളങ്ങുന്നതായിട്ട് തോന്നുമില്ലേ? അതാണ് ഭഗവാനെ ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. അങ്ങയുടെ മഹാമായയാൽ ബന്ധിക്കപ്പെട്ടിട്ട് അവിടുത്തെ ആ പരബ്രഹ്മസ്വരൂപം ഞാൻ എങ്ങനെ അറിയുന്നു?
എങ്ങനെ സ്തുതിക്കുന്നു, അതായത് സ്തുതിക്കാൻ വാക്കുകളില്ല. എന്നിട്ട് ശ്യാമളം കോമളം ബാണധനുർധരം എന്നുള്ള ആ വരികൾ 4-5 വരിയുണ്ട്. അത് പേജ് 253 അത് ഇങ്ങനെ സ്തുതിക്കുകയാണ്. ആ സ്തുതി കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറയുകയാണ്, ഞാൻ നിൻ്റെ ഭക്തിയിൽ സന്തുഷ്ടനായിരിക്കുന്നു വത്സേ, എന്താണ് ആഗ്രഹം, മടികൂടാതെ പറഞ്ഞോളൂ എന്ന് പറയുന്നു. ഉടനെ സ്വയംപ്രഭ ഈ ഭഗവാനോട് പറയുകയാണ്, ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് ലഭിച്ചു, ഇന്ന് വന്നു മമ കാംക്ഷിതമൊക്കവേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എനിക്കിനി ഒന്നും ആഗ്രഹമില്ല, എൻ്റെ ആഗ്രഹം സാധിച്ചു, ഞാൻ ഭഗവാനെ കണ്ടു, ഭഗവാൻ എൻ്റെ മുമ്പിലുണ്ടല്ലോ, ഭഗവാന്റെ തൃപ്പാദങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞതാണ് എൻ്റെ സാഫല്യം, ജന്മസാഫല്യം, അതുകൊണ്ട് എനിക്കിനി ഒന്നും വേണ്ട, മറ്റൊന്നും വേണ്ട. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എത്ര കുത്രാഭിവസിച്ചിടിലും എന്ന്, അതായത് എവിടെ എങ്ങനെ ജീവിച്ചാലും എവിടെയാണെങ്കിലും ആ തൃപ്പാദ ഭക്തിയിൽ ഇളക്കമുണ്ടാകാതെ ഇരിക്കണം, അചഞ്ചല ഭക്തി ഉണ്ടാകണം എനിക്ക്. അവിടുത്തെ ഭക്തന്മാരുടെ ഭൃത്യന്മാരോടെങ്കിലും എനിക്ക് സംഘമുണ്ടാകണം, അതായത് ദൂരെ നിന്നെങ്കിലും എനിക്ക് ഭജിക്കാൻ അവിടുത്തെ സംഘമുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാകൃതന്മാരായവരോട്, അതായത് അജ്ഞാനികളായവരോട്, ഭക്തിയില്ലാത്തവരോട് ഒരിക്കലും സംഘമുണ്ടാകാൻ ഇടയാക്കല്ലേ ഭഗവാനെ. രാമനാമം എപ്പോഴും ജപിക്കാൻ സാധിക്കണം എനിക്ക്. എൻ്റെ ചിത്തം, എൻ്റെ മനസ്സ് രാമതൃപ്പാദങ്ങളിൽ രമിക്കണം, എപ്പോഴും അവിടുത്തെ രൂപം എൻ്റെ മനസ്സിൽ വിളങ്ങണം. അങ്ങനെ അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ, അതിനായിട്ട് എന്നെ അനുഗ്രഹിച്ചാൽ മതി എന്ന് പറയുകയാണ്. ആ പേജ് 254 സ്വയംപ്രഭ വീണ്ടും ഭഗവാനെ വർണ്ണിക്കുന്നുണ്ട്. ആ സ്തുതി കഴിയുമ്പോൾ ഇങ്ങനെ വീണ്ടും പറയുകയാണ്, എൻ്റെ മനസ്സിൽ ആ രൂപം വസിക്കണം, എപ്പോഴും ദുഷ്ടസംസർഗം ഒരിക്കലും ഉണ്ടാകാൻ ഇടവരുത്തരുതേ ഭഗവാനെ. ശ്രീരാമൻ അങ്ങനെ തന്നെ ഭാവിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു ദേവി. എന്നിട്ട് കൂടെ പറയുകയാണ്, ദേവി നീ ബദരിയാശ്രമത്തിലേക്ക് പോയി പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരം വെടിഞ്ഞ് എന്നോട് ചേരുക, അന്ന് നിൻ്റെ ജനന മരണ ദുഃഖം തീരും, അതായത് സാംസാരിക ദുഃഖം തീരും എന്ന് പറയുകയാണ്. ഇത് കേട്ട സ്വയംപ്രഭ അപ്പോൾ തന്നെ ബദരിയാശ്രമത്തിലേക്ക് പോവുകയാണ്. ശ്രീരാമൻ പറഞ്ഞിരുന്നത് പോലെ രാമനെ ധ്യാനിച്ചിരുന്ന് നാരായണപദം പ്രാപിച്ചു, ഭഗവാനിൽ ചെന്നു ചേർന്നു എന്നർത്ഥം. ഈ 19-ാം ദിവസത്തെ പാരായണ ഈ കഥ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്കറിയാം, ജാനകി അങ്ങ് ലങ്കയിലിരിക്കുകയാണ്, ശ്രീരാമൻ ഇങ്ങ് ഋഷിമുഖാചലത്തിൽ വാനരന്മാർ 4 പാടും അന്വേഷിച്ച് പോയിരിക്കുകയാണ്. ഹനുമാൻ ഇപ്പോൾ അന്വേഷിക്കാൻ, ഹനുമാൻ്റെ നേതൃത്വത്തിലുള്ള അങ്കദൻ മറ്റുള്ള ശ്രേഷ്ഠന്മാരായ വാനരന്മാരൊക്കെ ദക്ഷിണ ദിക്കിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഹനുമാൻ്റെ കയ്യിലാണ് മുദ്രമോതിരവും മറ്റ് അടയാള വാക്കുകളും ഒക്കെ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത് ശ്രീരാമൻ. നമുക്ക് ബാക്കി ഭാഗം നാളെ കേൾക്കാം. അവരുടെ അന്വേഷണം എവിടെയായി എന്ന് നാളെ അറിയാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, ശുഭദിനം ആശംസിക്കുന്നു. നന്മ വരട്ടെ എല്ലാവർക്കും.